നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് മെയിൽ ഐ ഡി ഉണ്ടാകും. ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി എങ്ങനെയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്നും ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോ ഭാഗത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉപകാരപ്പെട്ടോളന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തിരഞ്ഞാൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കും. ആ മെയിൽ ഐ ഡിക്കകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ജിമെയിലിനകത്ത് നമ്മുടെ ഫോട്ടോസുകൾ ഉണ്ടാകും, നമുക്ക് വന്ന മെയിലുകൾ ഉണ്ടാകും, നമുക്ക് എന്തെങ്കിലും ഡാറ്റകൾ സേവ് ചെയ്തിട്ടുണ്ടാകും, കോൺടാക്റ്റുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകില്ല. ഇനി അങ്ങനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ എൻ്റെ ജിമെയിലിനകത്ത് 21,874 മെസ്സേജ് വന്നിട്ടുണ്ടെന്നും താഴെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടെന്നും കാണാൻ സാധിക്കും. അതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ 4 അക്കൗണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതായത് പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെന്നും അതിപ്പോൾ ആക്റ്റീവ് ആണെന്നും ഈ ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടി അതെല്ലാം എനിക്ക് മിസ്സാകുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. താഴെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസുകൾ 3242 ഫോട്ടോസ് ഡിലീറ്റായി പോകുമെന്നും യൂട്യൂബ് അക്കൗണ്ടുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും, അത് ഡിലീറ്റായി പോകുന്നു. കലണ്ടർ, ക്രോമിൻ്റെ ഡീറ്റെയിൽസുകൾ, കോൺടാക്റ്റുകൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് ഡീറ്റെയിൽസുകൾ എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓരോന്നും പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഡിലീറ്റായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തും ആവശ്യമുള്ളത് മാറ്റി വെച്ചും ഒക്കെ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയും. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് 2 ബോക്സ് ഉണ്ട്. ഈ 2 ബോക്സ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ അക്കൗണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ജിമെയിലിനകത്ത് കാണിക്കും. 30 ദിവസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോകും. ഈ 30 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോകും. തീർച്ചയായിട്ടും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക, മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.